ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ വിശേഷം? സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. അപ്പം നമ്മൾ രാവിലത്തെ ചായയുടെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ മോൾ തന്നെയാണ്, അതിൻ്റെ മോളെ മോള്. അപ്പോൾ അതായത് അത് എന്താ ഡോക്ടർ ഭാഗം പഠിക്കുകയാണ്, മസ്കറ്റിലാണ് പഠിക്കണം. അപ്പോൾ മിഞ്ഞാന്ന് ഇവിടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇവിടെയാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊരു ഐഡിയ ഒന്നുമില്ല, കാരണം മാമി ഞാനല്ല, മാമി എന്തൊക്കെ ഉണ്ടാക്കാൻ പറയണമെന്നറിയില്ല. എൻ്റെ ഒരു ഐഡിയ തോന്നണമൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കും കേട്ടോ. നമ്മൾ ഫുഡ് ഭക്ഷണഹാരി അല്ല, ചോറ് നമ്മൾ മധുഹൂത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം അത് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ മധുഹൂത്ത്. അപ്പോൾ അത് നന്നായി കഴിക്കും. അതേപോലെ ഇവിടുത്തെ ചെറിയ അറബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ പറയും എന്നോട് ഇടയ്ക്കിടയ്ക്ക് മധുഹൂത്ത്, മന്തി, അത് പിന്നെ നമ്മളെ കേരള ബിരിയാണി, ഈ 3 സംഭവമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എന്താട്ടും ഇതിങ്ങനെ മാറി മറിച്ച് മാറ്റി മറിച്ച് ഇങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് മധുഹൂത്ത് ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ അറബിനോട് ചോദിച്ചപ്പോൾ നന്നാക്കുന്നത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പം ഇനി ഇവിടെ ഞാൻ പറയാമല്ലോ, ഗോതമ്പ് ഇട്ടിട്ട്, ഗോതമ്പ്, ചിക്കന്, പിന്നെ നെയ്യ്, ഉപ്പ് ഇതിട്ടിട്ടൊരു ഹരീസ് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അതും ഉണ്ടാക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. നമ്മൾ ആര് വിരുന്നേര് വന്നാലും പിന്നെ എന്ത് വിശേഷത്തിനും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഹരീസ് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ചുണ്ടാക്കണം. പിന്നെ മക്രോണി സേമിയ കൊണ്ട് നമ്മൾ അറബിക് മോഡലിലൊരു ഡിഷ് ഉണ്ടാക്കും കേട്ടോ. കാരണം സേമിയ നന്നായി വേവിച്ചിട്ട് അത് പൂച്ച വാതിലൊക്കെ തുറക്കാനിരിക്കും, വാതിൻ്റെ ലോക്കൊക്കെ പിടിച്ചിതാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സേമിയ നന്നായി വേവിച്ചിട്ട് പഞ്ചസാര ഏലക്കായ ഇട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുമ്പോൾ സിമ്പിളാട്ടോ. അപ്പോൾ അതും, അപ്പോൾ ഈ 3 ഐറ്റംസ്, പിന്നെ സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിറച്ച് വേണം. അതാണ് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ ടേബിൾ ഫുള്ളാണ്. അപ്പോൾ ഉണ്ടാക്കൽ അത്രക്കുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇന്ന് കുറച്ച് തിരക്കെന്ന് പറഞ്ഞാൽ ഇതാട്ടോ, നമ്മളൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ, അവരൊന്നും ഇവിടെ ഇല്ലാച്ചിട്ട് നമ്മളവരൊക്കെ അതിൻ്റേതായ ഇത് കാണണ്ട. പിന്നെ രണ്ടാമത് ആ കുട്ടി എപ്പോഴും വരുന്ന കുട്ടിയല്ല. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യത്തെ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. അത് പിന്നെ പഠിക്കാനൊക്കെ ഉള്ളല്ലോ, മസ്കറ്റിലാട്ടോ, അവിടെ നിന്ന് പഠിക്കുകയാണ്. പഠിക്കാൻ കഴിയാറായിക്കുന്നു തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയൊന്നും ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഡോക്ടർ ആവട്ടെ, അവരുടെ ഫാമിലിയിൽ ഡോക്ടർ ഇരിക്കട്ടെ. 1-2 ഡോക്ടർമാരൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ അവരെ കുറിച്ചൊന്നും ശരിക്കും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം അവർ പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ പറയണം, മനസ്സിലാക്കിയിട്ട് എടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ സംസാരിക്കണമാരൊന്നും പറയില്ല എൻ്റെ പറയാൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവരെ നമുക്ക് റാഹത്താക്കി നമുക്ക് പറ്റുന്നതൊക്കെ പിന്നെ ചെയ്ത് കൊടുത്ത് നമുക്കവരെ ഹാപ്പി ആക്കിയിട്ട് ഫുഡൊക്കെ കൊടുത്ത് വിടണം ഇൻഷാ അല്ലാ. മാമ ചോദിച്ചു എന്നോട് കേട്ടോ, റൈഹാനത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും, ഞാൻ വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ വേണ്ടായിരുന്നു, കാരണം അതിങ്ങനെ വന്ന് കുസുകുസേനെ സംസാരിക്കും. അപ്പം എനിക്കാണെങ്കിൽ ഒന്നാമതിൻ്റെ പണി നടക്കില്ല, രണ്ടാമാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും സംസാരം ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ വേണ്ട മാമ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ഒക്കെ കുറച്ച് ലേശിച്ചെല്ലാം ഉണ്ടാക്കണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ ഫുഡൊക്കെ ഉണ്ടാക്കി അവരൊക്കെ അടിപൊളിയായി നമുക്ക് പിന്നെ സൽക്കരിച്ചൊക്കെ വിടാം. ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ ഇവിടെ. ഇനി എന്തായാലും നമ്മൾ തൊള്ളോട്ട് പറയുമ്പോൾ എത്ര ഈ സിമ്പിളില്ലേ. ഇപ്പോൾ അക്കണ്ട് ഉണ്ടാക്കിയെടുത്ത് കിട്ടണ്ടേ ഇൻഷാ അല്ലാ. അപ്പോൾ വേറെന്താ മക്കളെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് ഒന്ന് കാണും, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ബൈ.